ഇതാണ് ഞങ്ങളുടെ ഷെഫ് ചിപ്പി. അങ്ങനെ ഞാൻ സ്പെഷ്യൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിസ്റ്റർ വീട്ടിൽ വന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഹസ്ബൻഡും സിസ്റ്ററും അവിടെ നല്ല സൂപ്പർ ഉറക്കമാണ്. കാരണം ഇന്നലെ നമ്മൾ രാത്രി കിടന്നപ്പോഴത്തേക്കൊക്കെ ഒരുപാട് ഡിലേ ആയി. ഓൾമോസ്റ്റ് ഒരു 1 o'clock ഒക്കെ കഴിഞ്ഞു നമ്മൾ പുറത്തൊക്കെ പോയിട്ടൊക്കെ വന്നു. പിന്നെ രാത്രി കിടന്നപ്പോഴേക്കൊക്കെ താമസിച്ചു. അപ്പം ഞാൻ രാവിലെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ദോശയും വൈറ്റ് ചട്നിയും ചായയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തത്. ബിക്കോസ് ദാറ്റ് ഈസ് ബിറ്റ് ഈസി ഫോർ മീ ടു പ്രിപ്പയർ കേട്ടോ. അപ്പോൾ അതന്നെ ഞാൻ അതായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് സെറ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഞാനങ്ങ് മറന്നുപോയി കേട്ടോ, വിട്ടുപോയി ഇതിനിടയ്ക്ക്. അപ്പോൾ തന്നെ കഴിക്കുന്ന ഒരു വീഡിയോ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. യെസ്, അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അപ്പമല്ല ദോശയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കുക്കിങ്ങിലോട്ട് കിടക്കുവാണ്. സാധാരണ നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഗസ്റ്റിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, ഞങ്ങൾ ഗസ്റ്റിനെ കൊണ്ടിത് ഫുഡ് ഉണ്ടാക്കിക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഇന്ന്. വലിയ ചിപ്പിയുടെ വക സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ്. അപ്പം ഞാൻ ചിപ്പിയെ കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ. ചിപ്പി എന്താ ചിപ്പിയുടെ സ്പെഷ്യൽ എന്തോ എന്ന് ഉണ്ടാക്കുന്നത്? പ്രോൺസ്. ഓക്കെ, അപ്പം ചിപ്പിയുടെ വകയുന്ന സ്പെഷ്യൽ നമുക്കൊരു പ്രോൺസ് ഒക്കെയാണ്. അതിൻ്റെ പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് വയ്യ. അതെ, കണ്ണിന് ഞാൻ ഉള്ളി പൊളിച്ചിരുന്നോ? അപ്പോൾ ഗായ്സ്, എന്നെ അവർ കിച്ചണിൽ നിന്ന് പുറത്താക്കി. ഞാൻ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇന്ന് അവർ ബ്രദറും സിസ്റ്ററും കൂടെ ഉള്ള കുക്കിംഗ് ആണ്. ചിപ്പിയാണ് മെയിൻ ഷെഫ്. അപ്പോൾ എന്നെ കിച്ചണിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്കിന്ന് വീഡിയോ എടുപ്പും പിന്നെ അവരുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കുന്ന പരിപാടിയാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഷെഫ് ചിപ്പിയോട് ചോദിച്ചു നോക്കാം എവിടം വരെ ആയിന്ന്. ഞാൻ ഇന്ന് കയറിയിട്ടേ ഇല്ല. എല്ലാ ചിപ്പിയും വിൻചേട്ടായും കൂടെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ ഷെഫ് ചിപ്പി. എന്താ ചിപ്പി റെഡിയാക്കുന്നത്? പ്രോൺസ് റോസ്റ്റ്, കൊഞ്ച് റോസ്റ്റ്. അപ്പുറത്ത് നിൽക്കുന്ന ഷെഫ് ആരാ? ഞാൻ പിന്നെ വെറുതെ അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നു. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ വെച്ചു. പിന്നെ അവർക്ക് കുക്കിങ്ങിന് ഒരു ഓളമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ പാട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഒരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ച് പാട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അവിടെ ജസ്റ്റ് കുറച്ച് നേരം ഞാൻ അവിടേക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു. കാരണം എനിക്ക് കിച്ചണിലോട്ട് എൻട്രി ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് വെറുതെ കറങ്ങി അവിടെയൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്പെഷ്യൽ കൊഞ്ച് റോസ്റ്റും ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. കുക്കിംഗ് കംപ്ലീറ്റ് ആയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന്. നല്ല ടേസ്റ്റ്, നല്ല രുചിയുണ്ട്. കൊഞ്ച് ഫ്രൈയും കൊള്ളാം. എന്തോ അത് ശരിയാണല്ലോ. എണ്ണ ഇടുമ്പോൾ അല്ല, മീൻ ഇടുമ്പോൾ ഉള്ള എണ്ണയുടെ സൗണ്ട് അല്ലേ നല്ലതാണ്. മതി. അപ്പം നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുമായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ള ഉച്ചയ്ക്കത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പ്രോൺസ് റോസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല സ്വാദിഷ്ടമായ ലഞ്ചൊക്കെ കഴിഞ്ഞു. സത്യം പറയുന്നത് ഞങ്ങൾ 3 പേരും ഈ വാഴ വെട്ടിയിട്ട പോലെ കിടന്ന് ഉറങ്ങുക എന്ന് പറയുമല്ലോ, നല്ല വാഴ വെട്ടിയിട്ട പോലെ തന്നെ ഞങ്ങൾ സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങി കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ എവിടെ ചിപ്പി പോന്നേ? നമ്മൾ പുറത്തൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് ഔട്ടിങ്ങിനൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ ചിപ്പി പോവും. അതെ,
അങ്ങനെ നമ്മൾ വൈകിട്ട് ജസ്റ്റ് ഒരു ടീ ബ്രേക്കിനൊക്കെ ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പോകുന്ന ഒരു ഉച്ചയ്ക്ക് നല്ല വാഴ വെട്ടിയിട്ട പോലെ കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ ആ വാഴ വെട്ടി ഉറങ്ങിയതിൻ്റെ ക്ഷീണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ചായയും സമോസയും അങ്ങനെ പഴംപൊരിയൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ചൂട് തുടങ്ങിയെന്നുണ്ടെങ്കിലും അന്നൊരു ഇച്ചിരി വൈകിട്ടൊരു ചൂട് കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ലുലുവിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോയി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും അങ്ങനെയൊക്കെ പോയി. അപ്പോൾ അവരവിടെ എന്തൊക്കെയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഇതേപോലെ വീഡിയോസൊക്കെ എടുത്തിങ്ങനെ നിൽക്കുവാണ്. അവർ രണ്ടും കൂടെ ഫ്രൂട്ട്സോ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ സെലക്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഡിന്നർ ടൈമാണ് ഇനി. അപ്പം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കാനായിട്ട് പോയി. ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇവിടെ യു എയിലുള്ളവർക്കൊക്കെ, യു എയിൽ മീൻസ് അബുദാബിയിലുള്ളവർക്കൊക്കെ ഓൾമോസ്റ്റ് അറിയാവുന്നതായിരിക്കും. പച്ചമാങ്ങ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. പോയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക കേട്ടോ. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്, പിന്നെ റീസണബിൾ റേറ്റ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പച്ചമാങ്ങയിൽ, ഇപ്പോൾ ചിപ്പി വന്നതിന് ശേഷമാണ് ഞാൻ അവിടെ, ഞങ്ങളൊന്ന് ചേഞ്ചിനായിട്ട് ഞങ്ങൾ മാറി കയറിയതാണ് കേട്ടോ. എപ്പോഴും പോകുന്നിടത്തു നിന്നും മാറി കയറിയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുത്തെ ഫുഡ് ഐറ്റംസൊക്കെ നല്ല നല്ല ടേസ്റ്റിയുമാണ്, റീസണബിളാണ്. പിന്നെ വെറൈറ്റി എനിക്ക് തന്നെ അറിയില്ല കേട്ടോ, കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ മുയലിറച്ചി അങ്ങനെയൊക്കെ കഴിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷെ ഞാനിതൊന്നും ടേസ്റ്റ് ചെയ്യത്തില്ല. ഐറ്റംസ് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മുടെ വ്ളോഗിൻ്റെ വൈൻഡിങ് പോയിൻ്റായി. അയ്യോ, അങ്ങനെ 2 ദിവസം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഒരു വീക്കെൻഡ് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ തന്നെ നമ്മുടെ വൈൻഡിങ് പോയിന്റിൽ ഇരിക്കുകയാണ്. ഇതാണ്, ഈ സോഫ കാണുമ്പോൾ അറിയാം എൻ്റെ വ്ളോഗ് അവസാനിക്കാറാണ്. ഇവിടെ നിന്നാണ് എല്ലാ വ്ളോഗും വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. 2 days പ്രോഗ്രാമായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ രാവിലെ ചിപ്പി പോവും. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ പ്രാവശ്യത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.